AVT പ്രീമിയം വനിതാ രത്നത്തിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം അടുത്ത മത്സരാർത്ഥിയെ. ഇത്തവണ ഷിമ ഷൈജു ഫ്രം തൃശൂർ. ഗുഡ് ഈവനിങ് ഷിമ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെയല്ലേ? ബാക്കി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നേരിട്ട് കാണാൻ തോന്നുന്നല്ലേ? ഓക്കെ. ഞാൻ ഷിമ ഷൈജു ആണ്. പൂരങ്ങളുടെ നാടായ തൃശ്ശൂർ പൂരം എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. തൃശ്ശൂരാണ് എൻ്റെ ജന്മസ്ഥലം. പിന്നെ എൻ്റെ ഫാമിലി എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ ഡാഡി, മമ്മി, പിന്നെ ഏട്ടൻ, പിന്നെ ഹസ്ബൻഡ്, പിന്നെ കുഞ്ഞൊരു മോനുണ്ട്. ഞാൻ പഠിച്ചത് എല്ലാതും തൃശ്ശൂർ തന്നെയാണ്. പിന്നെ ഫാഷൻ ഡിസൈനിങ് ഉണ്ട്, അത് 1 ഇയറിൻ്റെ, അത് സൂര്യ ആർട്സ് കോളേജ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നിറം റെഡാണ്. പിന്നെ ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ ബിരിയാണിയാണ് ഏറ്റവും ഇഷ്ടം. കലാരംഗത്തെന്ന് പറയുമ്പോൾ ഞാൻ ചെറുപ്പം തൊട്ടേ ഉണ്ട്. LKGയിൽ പഠിക്കുമ്പോൾ തൊട്ടേ ഡാൻസാണ് ഞാൻ മെയിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹസ്ബൻഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് എത്ര സങ്കടം ഉണ്ടെങ്കിലും ആളുടെ അടുത്ത് പോയിട്ടൊന്ന് ഇരുന്നാൽ മതി. ആളുടെ ഒരു ചിരി മതി, നമ്മുടെ എല്ലാ വിഷമങ്ങളും എല്ലാ സങ്കടങ്ങളും ഒക്കെ മാറും. സമൂഹത്തിന് വേണ്ടിയിട്ട് എനിക്ക് എന്നെ കൊണ്ടാവുന്നത് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്കറിയാവുന്ന ഒരു കല എന്ന് പറയുന്നത് ഡാൻസാണ്. അപ്പോൾ ഫീസൊന്നും ഇല്ലാണ്ട് അവർക്ക് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും എൻ്റെ അടുത്ത് വരാം, പഠിക്കാം. അതാണ്. പിന്നെ ജീവിതം എന്ന് പറയണത് എന്നെ സംബന്ധിച്ചെടുത്ത് എൻജോയ് ചെയ്യുക, അടിച്ചു പൊളിക്കുക. ഷിമ, ഞാൻ എവിടെ നിന്നോളാം. എനിക്ക് ഒത്തിരി കാര്യം ചോദിക്കണ്ട, ഇപ്പം പറ്റുന്നില്ല. എന്തായാലും ആദ്യം കണ്ട പോലല്ല പ്രൊഫൈൽ അവസാനം വന്നപ്പോൾ, അല്ലേ? ഓക്കെ. ഡാൻസ് പഠിച്ചിട്ടുണ്ട്, ഇത് പഠിച്ചിട്ടുണ്ട്. അവസാനം കാണിച്ച പ്രകടനം കരാട്ടെ അല്ലേ? മാമൻ തന്നെ മാഷ്. ഏത് ബെൽറ്റ് വരെ പോയി? ഞാൻ ബ്രൗൺ ബെൽറ്റ്. എൻ്റെ മേലെ ഇനി ബ്ലാക്കേ ഉള്ളൂ? ഇനി ബ്ലാക്കേ ഉള്ളൂ. ഞാൻ ഒരടിയും കൂടെ മാറി നിൽക്കാം. പക്ഷെ ടി-വിയിൽ കാണുന്ന മുഖവും നേരിട്ട് കാണുന്ന വളരെ വ്യത്യാസം. ഭയങ്കര. ഇവിടെയുള്ള ഏതൊരു കണ്ടസ്റ്റന്റ് കുട്ടി കയറി പോണെന്ന് ഞാനിപ്പോ പറഞ്ഞ് കൽപ്പന ചേച്ചിയോട്. പിന്നെ അല്ല, അയ്യോ ഇത് കണ്ടസ്റ്റന്റ് ആന്ന് പറഞ്ഞ് ടി-വിയിൽ കണ്ടപ്പോഴയ്യോ ഈ കുട്ടിയാണോ ഇത് തോന്നിപ്പോയി. ജീവിതമാണെന്ന് വെച്ചാൽ അടിച്ച് പൊളിക്കണമെന്ന് പറഞ്ഞിട്ട് തന്നെ നെഞ്ചത്തോട് കാലെടുത്തടിക്കുന്ന ഈ അടിപൊളി ഞാൻ ആദ്യമായിട്ട് കാണുക കേട്ടോ. മറ്റൊരുത്തനെ അടിച്ച് പൊളിക്കണമെന്നാണ് ഉദ്ദേശിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. ജീവിതം എന്ന് വെച്ചാൽ ഇരിക്കട്ടെ നിന്റെ നെഞ്ചത്ത്. ഞങ്ങളൊന്നും പറയുന്നില്ല. അറിയുന്ന ഒരാൾ കൂടുതൽ ഒന്നും പറയാനില്ല. എല്ലാവിധ ആശംസകളും. അല്ല, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു കമന്റ് കൂടെ ഉണ്ടായിരുന്നു, എന്ത് വിഷമം വെച്ചാലും ഹസ്ബൻഡ് അടുത്ത് പോയി ഇരുന്നാൽ മതി, എല്ലാം മാറിക്കോളും. കാരണം ചിക്കൻ ബിരിയാണി തിന്നുന്നതിന്റെ ശരീരത്തിൽ കാണാനുണ്ട്. അത് കാണാനോ ഞാനിതുവരെ വേറെ ആരെയും അങ്ങനെ കണ്ടിട്ടില്ല. എനിവേ ഒന്നും പറയാൻ എനിക്ക് വീട് പിടിക്കണം, അതുകൊണ്ട് നടക്കട്ടെ. ഷിമയുടെ ആക്ടിങ് ടാലൻറ്റ് എങ്ങനെയാണെന്നുള്ളതൊന്ന് കാണാൻ വേണ്ടിയിട്ട്. സോ അഗെയിൻ നമ്മൾ നെയിമിങ്, പേര് പറയുന്ന സിറ്റുവേഷനാണ്. പേര് മാത്രമേ ഉള്ളൂ, വേറെ ഡയലോഗ്സ് ഒന്നുമില്ല. ഈ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ ഷിമയുടെ പേരെന്താണെന്ന് മറന്നുപോയി, നമ്മൾ ഓർമ്മയില്ല. അപ്പോൾ അത് കേൾക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ആൾക്കാർ ഇവിടെ കാത്തുക്കാണ് ഈ പേരെന്താന്നുള്ളത്. അപ്പോൾ ആ പേര് ഓർക്കാനുള്ള ശ്രമം ഒന്ന്, അങ്ങനെ ഒരു ശ്രമിച്ച് ഒരു പോയിന്റിൽ വെച്ചിട്ട് ഈ പേര് കിട്ടുകയും പിന്നെ അവിടെ നിന്ന് ഭയങ്കര എക്സ്റ്റസിയാണ്, ഹാപ്പിനെസ്, ഹിമാലയത്തോളം സന്തോഷമുണ്ട്. അതിൽ പേര് വിളിച്ച് പറയുകയാണ്. രണ്ട് സിറ്റുവേഷനാണ്. എൻ്റെ പേര് എൻ്റെ
വെരി ഗുഡ്. ഷിമയ്ക്ക് ഞാൻ കണ്ട പ്രത്യേകത, പലരിലും ഇല്ലാത്തൊരു പ്രത്യേകത ഞാൻ തുറന്നങ്ങ് പറയാം. ഷിമ അഭ്യസിച്ച ഒരുപാട് കലകളുണ്ട്. ഇത് കൂടാതെ, അതായത് കരാട്ടെ അടക്കമുള്ള ഇത് കൂടാതെ ഷിമയ്ക്കകത്ത് കിടന്നുറങ്ങുന്ന ഒരു നടിയുണ്ട്. ഈ പഠിച്ച എല്ലാ സാധനങ്ങളും ആ നടിക്ക് കൊടുക്കാൻ ഷിമയ്ക്ക് കഴിയുന്നു എന്നുള്ളതാണ് ഷിമയുടെ ഏറ്റവും വലിയ നേട്ടം. ജസ്റ്റ് കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു സർ.